ശിവക്ഷേത്രങ്ങളിൽ പിൻവിളക്ക് കത്തിക്കുന്നതിന് ഒരു പ്രത്യേകമായ പ്രാധാന്യമാണുള്ളത്. ശ്രീകോവിലിൻ്റെ പുറകിലായി സ്ഥാപിച്ചിട്ടുള്ള വിളക്കാണ് പിൻവിളക്ക്. അത് പാർവതി ദേവിയാണ് എന്നാണ് സങ്കല്പം. പിൻവിളക്ക് കത്തിച്ചാൽ ദാമ്പത്യ സൗഖ്യം, പ്രണയ സാഫല്യം എന്നിവ ഫലമായി ലഭിക്കുമെന്നാണ് പറയുന്നത്. ശിവക്ഷേത്ര ദർശനത്തിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കണമെങ്കിൽ പാർവതി ദേവിക്ക് പിൻവിളക്ക് വഴിപാടുകൂടി സമർപ്പിക്കണമെന്നാണ് വിശ്വാസം. 21 ദിവസം തുടർച്ചയായി പിൻവിളക്ക് വഴിപാടാണ് അത്യുത്തമമായി പറയുന്നത്. പൊതുവെ ദശാസന്ധി കാലങ്ങൾ ദോഷകരമാണ്. അതിന് പരിഹാരമായി മൃത്യുഞ്ജയ ഹോമമാണ് ആചാര്യന്മാർ പറയാറുള്ളത്. ആഭിചാര ദോഷം, അപസ്മാരബാധ, ദുഷ്ടഗ്രഹബാധ മുതലായവയിൽ നിന്ന് മുക്തി നേടുന്നതിന് അഘോര ഹോമം നടത്തണം. രുദ്രസൂക്ത പുഷ്പാഞ്ജലിയും ഇത്തരം ദോഷശാന്തിക്ക് ഉത്തമമാണ്. പ്രദോഷവ്രതം, തിങ്കളാഴ്ച വ്രതം എന്നിവ അനുഷ്ഠിക്കുകയാണെങ്കിൽ കുടുംബപരമായും അതുപോലെ ദാമ്പത്യപരമായുമുള്ള ദോഷങ്ങളെല്ലാം തന്നെ അകന്നു പോകും. ഐശ്വര്യത്തിനും ദാമ്പത്യ സൗഖ്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും ഇഷ്ടമംഗല്യ ലബ്ധിക്കും എല്ലാം തിങ്കളാഴ്ച ദിവസം വ്രതമെടുത്ത് ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ്. ശനിദശ, ഏഴര ശനി, കണ്ടക ശനി മുതലായവയോ അത് അനുഭവിക്കുന്നവർ പതിവായി ശനിയാഴ്ചകളിൽ ശിവക്ഷേത്രങ്ങളിൽ ദർശനവും അതുപോലെ തന്നെ വഴിപാടുകളും നടത്തിയാൽ ദോഷശാന്തി ഉണ്ടാകും. നീല ശംഖുപുഷ്പം കൊണ്ട് അർച്ചന നടത്തുന്നത് ഏഴര ശനി, കണ്ടക ശനി, ശനിദശ മുതലായവ കൊണ്ടുള്ള ദോഷങ്ങൾ അകറ്റുന്നതിന് ഉത്തമമാണ്. ശ്രീ പരമേശ്വരന് പ്രിയങ്കരമായ മറ്റൊരു വഴിപാടാണ് ധാര. ശിവലിംഗത്തിന് മുകളിൽ ഒരു പ്രത്യേക പാത്രം സ്ഥാപിച്ചിട്ടുണ്ടാകും. അതിന് ധാരാ കിരീടം എന്നാണ് പറയുന്നത്. അതിൽ നിന്നും ധാരാദ്രവ്യം ഇടമുറിയാതെ പ്രവഹിച്ച ശിവലിംഗത്തിൽ പതിക്കുന്നതിനെയാണ് നാം ധാര എന്ന് പറയുന്നത്. ശുദ്ധജലം, കരിക്ക് തുടങ്ങിയവ ധാരയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഗംഗ ശിവന്റെ ജടയിൽ പതിച്ച ശേഷമാണ് ഭൂമിയിലൂടെ പ്രവഹിക്കാൻ തുടങ്ങിയത് എന്നാണ് വിശ്വാസം. ഈ തത്വത്തെ ആധാരമാക്കിയാണ് ധാര നടത്തുന്നത്. ധാര തീർത്ഥം ഗംഗാജലമാണ് എന്നാണ് സങ്കല്പം. ധാര നടത്തി വരുന്ന തീർത്ഥം സേവിക്കുന്നത് ഏറെ ഉത്തമമാണ്. ശിവന്റെ ശിരസ് എപ്പോഴും അഗ്നി കൊണ്ട് ജ്വലിക്കുന്നതിനാൽ അത് ശീതീകരിക്കുന്നതിനാണ് ധാര ചെയ്യുന്നത് എന്ന് മറ്റൊരു വിശ്വാസവുമുണ്ട്. കുടുംബപരമായി ശിവന്റെ അനുഗ്രഹം ലഭിക്കാത്തവർക്ക് ധാര കഴിക്കുന്നത് അത് വളരെ നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. അഭിഷേകമാണ് ശിവക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാട്. പാല്, ഇളനീര്, നെയ്യ്, എണ്ണ, ഭസ്മം, പനിനീർ മുതലായവ അഭിഷേകത്തിനായി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ശിവന് അഭിഷേകം ചെയ്ത പാല് അതുപോലെ ഇളനീർ എന്നിവ പ്രഭാതത്തിൽ സേവിച്ചാൽ ഉദര രോഗങ്ങൾ ശമിക്കും. പാല് അഭിഷേകം ചെയ്താൽ സന്താനഭാഗ്യവും ഇളനീർ അഭിഷേകം ചെയ്താൽ മനസ്സുഖവുമാണ് ഫലമായി ലഭിക്കുക. അഭിഷേകം ചെയ്ത നെയ്യ് സേവിച്ചാൽ ബുദ്ധിശക്തി വർദ്ധിക്കുകയും ബുദ്ധിഭ്രമം അകലുകയും ചെയ്യും. അപസ്മാരാധി രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് ഭഗവാൻ അഭിഷേകം ചെയ്ത നെയ്യ് സേവിക്കുന്നത് വളരെ ഉത്തമം തന്നെയാണ്. എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്താൽ രോഗശാന്തിയാണ് ഫലമായുള്ളത്. പനിനീർ കൊണ്ടുള്ള അഭിഷേകത്തിന് ശരീര സൗഖ്യമാണ് ഫലം. ഭസ്മം കൊണ്ടുള്ള അഭിഷേകം പാപനാശവും ദുരിതമോചനവും സിദ്ധിക്കുന്നതിന് ഉത്തമമാണ്. പാർവതി പരമേശ്വരന്മാരെ സങ്കല്പിച്ച് സ്വയംവരാർച്ചന നടത്തുന്നതും ഉമാമഹേശ്വര പൂജ നടത്തുന്നതും വിവാഹ തടസ്സം അകന്ന് ഉത്തമമായ ദാമ്പത്യ ബന്ധം സിദ്ധിക്കുന്നതിനും ദാമ്പത്യത്തിലെ പൊരുത്തക്കേടുകൾ ഇല്ലാതാക്കുന്നതിനും വളരെ ഉത്തമമാണ്.